മെഡിക്കോ താങ്ക് യു ഫോർ ദ 100 rupees സൂപ്പർ ചാറ്റ്. ഈഗിൾ പറഞ്ഞ 1 hour ക്ലിപ്പ് നിങ്ങളുടെ സൈഡ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ പുറത്ത് പറഞ്ഞൂടെ? ആൻഡ് സി കെ മാരി ആരാ സപ്പോർട്ട് ചെയ്തത് ക്യാഷ് ഓഫർ ചെയ്യാൻ? എനിവേ ആ സാധനം പറയാ, അത് സാധനം നിങ്ങൾ അതും കൂടി ചോദിച്ചതുകൊണ്ട് പറയാം. കഴിഞ്ഞോ ഇതിന്റെ സൂപ്പർ ചാറ്റിന്റെ വോയിസ്? ആ സാധനത്തിനും കൂടി ഒരു ക്ലിയർ കട്ട് സാധനം പറഞ്ഞുതരാ. ഏതായാലും ഇതൊക്കെ ഇത്ര ആയില്ലേ, അതുകൊണ്ട് ഞാൻ അതും കൂടി പറഞ്ഞുതരാം. അല്ലേ വേണ്ട, വെറുതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം വെറുതെ ബാക്കിയുള്ളവരൊക്കെ വെറുതെ വീടടാ. എനിക്ക് പറയാൻ എനിക്ക് ഞാൻ എന്താണ് വെറുതെ ഇതിങ്ങനെ ലൈവിലിരുന്ന്, ഇതൊന്നും പബ്ലിക്കലി പറയേണ്ട സംഭവങ്ങളല്ല, മനസ്സിലായോ? പറ 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 പേടിയാ, എന്ത് പേടി? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അവർ കിടന്ന് ചുമ്മാ ട്രിഗർ ആക്കാണ് കാസ്ട്രോ ലൈവിൽ. അതൊന്നും നമ്മൾ മൈൻഡ് ആക്കേണ്ട ബോസെ വിട്. നമ്മൾ കുറെ ചാറ്റിനോട് ചോദിച്ചു കളിക്കാറുണ്ട്, അതൊക്കെയാണ് പറയണത്. അത് വിട് 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 പറ പറ എന്ന് പറയണവരോട് ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റെ സൈഡ് ക്ലിയർ ആക്കി ഞാൻ പറയാണ്. അത് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പല രീതിക്കൊക്കെ ആയി മാറും. അത് എനിക്ക് പിന്നീട് അത് ചിലപ്പോൾ എനിക്ക് പണിയാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. പ്യൂർലി എന്താ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഞാൻ എക്സലാൻറ്റിസിന്റെ വി സി പോയില്ലേ, അത് അന്ന് ഓഫീസിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസ് ഇനി ഇതിൽ ഒരു ബെയ്റ്റ് ആവരുത് എന്ന് കരുതിയിട്ട് ഓഫീസിന്റെ കൺസേൺ കൂടി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അന്ന് പോയത്. ആ സംഭവം ഇതേപോലെ ഞാൻ അവിടെ ചെന്ന സമയത്ത് ഈഗിൾ ഇന്നെ പോലെ ഇന്നെ ഒരുപാട് ഇട്ട് കണ്ട് ഈഗിൾ ഇതേപോലെ ലൈവിൽ തന്നെ കുറെ പറഞ്ഞു. ഇന്ന് സംസാരിക്കാനൊരു സമയം തന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഇതിന് മോർ വൾഗാരിറ്റിക്ക് പോകണ്ട, ഞാനും ഇതേമാതിരി തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ പ്രശ്നമാവും, ഞാനും ഈഗിളും തമ്മിൽ വെറുതെ വർത്താനാവും എന്ന് കരുതിയിട്ട് ഞാൻ ആ വിസിന്ന് മനഃപൂർവ്വം ഓഫീസിനോട് പറഞ്ഞ് ഞാൻ ഇറങ്ങി. ആ ഇറങ്ങിയതിൻ്റെ പേരിൽ എസ്കേപ്പ് RP F8 ക്വിറ്റ് ഇതൊക്കെ ഈഗിൾ എന്നെ ഇൻറ്റൻഷനിൽ ഇതിനെ പറ്റി പറഞ്ഞു. ആ ഒരു സംഭവത്തിൽ എനിക്ക് ഭയങ്കര ബാഡ് അടിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യം വന്നിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അത്ര ഈഗിളിനെ ഞാൻ അങ്ങനെ കണ്ടിട്ട് ഈഗിൾ എന്നോട് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് പേഴ്സണലി അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ആ സാധനം ഞാൻ എൻ്റെ വി സിയിൽ വന്നിട്ട് ഇതേപോലെ നമ്മളെ സർക്കിളിൻ്റെ അകത്ത് എൻ്റെ ഹൈറാർക്കി വി സിയിൽ വന്നുകാണ്ട് ഇതേപോലെ പറഞ്ഞു, ഇല്ല ബോസ് വീട് ഒരു നൈസ് RP ചെയ്യാ. ഞാൻ ഇതും കൂടി ഒന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ, ഈ കാര്യം കൂടി എനിക്ക് പറയണം. ഈ സംഭവത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ എൻ്റെ സർക്കിളിൻ്റെ അകത്ത് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ഭയങ്കര റേച്ച് ആയിട്ട്, ഇത് എന്തിനാ ഇങ്ങനെയൊക്കെ നമ്മളെ പറ്റി ചെയ്യണത്, നമ്മൾ എന്ത് ചെയ്തിട്ടാ ഈ ഒരു സാധനം എങ്ങനെ അങ്ങോട്ട് കൺവേർട്ട് ആക്കണം എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ മൈൻഡിൽ ഞാൻ വിചാരിച്ചിരുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഈഗിൾ ഇതേപോലെ ഈ ലീഡറും കോലീഡേഴ്സ് തമ്മിൽ ലീഡറിനെ പറയുന്ന ഒരു സാധനം ഉണ്ട്, അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാരെന്നെ തെറ്റും, ആ സാധനം ഞാൻ പ്ലേ ചെയ്യണില്ല അങ്ങനെ എന്തോ സംഭവം പറഞ്ഞു. പക്ഷേ പിന്നെ അതിനുശേഷം ഞാൻ ഈഗിളിനോട് സംസാരിച്ചപ്പം അത് ക്ലിയർ ആയി. അഥവാ ഈഗിൾ OC അല്ല ഉദ്ദേശിച്ചത്, ഇൻ ഗെയിമിൻ്റെ അകത്തുള്ള സംഭവം തന്നെയാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഈഗിളിൻ്റെ ഭാഗത്ത് അതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല, അതും എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ആ സമയത്ത് ഞാൻ എൻ്റെ VC ഇരുന്നാണ്ട് പറഞ്ഞു, ഇതേമാതിരിക്കത്തെ DC ഇരുന്നാണ്ട് പറയുന്ന എന്തെങ്കിലും ക്ലിപ്പ്, അതാണ് ഞാൻ മീൻ ചെയ്തതാ. ഇതേമാതിരി ഒമാരൊന്നും പറയുന്നത് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് 2-3 മാസമല്ലേ ആയിട്ടുള്ളൂടാ. നമ്മളെ ഇങ്ങനത്തെ ക്ലിപ്പൊക്കെ വെച്ചാണ്ട് ഇവന്മാരിങ്ങനെ പേടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവന്മാർ 5-6 കൊല്ലമായിട്ട് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നിട്ട് ഇവന്മാരൊന്നും ക്ലിപ്പ് നിൻ്റെ ഒന്നും കയ്യിലില്ലടാന്ന് ഞാൻ ചോദിച്ചു. ആ സാധനം ഞാൻ ചോദിച്ചു എന്നുള്ളത് ഞാൻ സത്യ. അത് കരുതിയിട്ട് ഞാൻ മാരിക്ക് ഒരു 5 ലക്ഷം റുപ്യ പെട്ടിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇടാ മാരി പോയിട്ട് കൊണ്ടുപോടാ, പോയിട്ട് TV പോയിട്ട് മറ്റേ തുണ്ട് കേസ് എവിടുന്നേലും കിട്ടുമോ നോക്കിയിട്ട് കൊണ്ടുപോടാന്നൊന്നും പറഞ്ഞ് ഞാൻ ഒരാളെയും പറഞ്ഞയച്ചിട്ടില്ല, മനസ്സിലായോ? എനിക്കതിൻ്റെ ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ VC ഇരുന്നാണ്ട് എന്തെങ്കിലും അപരാധം പറയുന്ന സാധനം ഇൻ കേസ് അവന്മാരെ നമുക്കെതിരിട്ട് പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവന്മാരെ നമ്മളൊന്ന് ഇതാക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ആ സമയത്ത് തിങ്ക് ചെയ്ത് പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേഷൻ അടിച്ച് നിൽക്കണ ഈ പറഞ്ഞ എല്ലാവരും പറയുന്നുണ്ടല്ലോ ട്രിഗറിങ് മൊമെന്റ് എന്നുള്ളത്. ഈ ട്രിഗറിങ് മൊമെന്റിൽ തന്നെ ഞാൻ ചെയ്തത്. ഇപ്പം ഞാൻ ട്രിഗറാ. ഇതേപോലത്തെ ഒരു ട്രിഗറിങ് മൊമെന്റിൽ തന്നെയാണ് ഞാൻ ഇതേപോലെ ഇവന്മാരെടുത്ത് പൊട്ടിക്കാൻ പറ്റിയ സാധനമൊന്നും ഇല്ലടാ എന്നുള്ളത് ഞാൻ ചോദിച്ചത് ആ സമയത്ത് ഉള്ളത് തന്നെ. അത് കരുതിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, മാരിനോട് ഞാൻ പൈസ കൊടുത്ത് അക്കൗണ്ടിക്ക് അവർ 5 ലക്ഷം ട്രാൻസ്ഫർ ചെയ്തിട്ട് പോയി വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടൊന്നുമില്ല. എന്നിട്ട് ഇവന്മാർ വിളിപ്പിച്ചു വി സിയിൽ വിളിപ്പിച്ചപ്പം ഞാനും മാക്കും ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ ഇരുന്ന് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇവന്മാർ റെക്കോർഡാണ്. അത് എനിക്ക് ആദ്യം തോന്നിയിരുന്നു റെക്കോർഡായിരിക്കും. അപ്പോഴേ ഇവന്മാർ എന്നോട് ചോദിച്ച്, അപ്പം മാരി ആദ്യമേ പറയുന്നുണ്ട് ഷെയ്ക്കും മാക്കും പറഞ്ഞിട്ടല്ല ഞാൻ ഈ സാധനം അവനോട് ചോദിച്ചത്. ഈ പറയണ ഈ CK മാരി നമ്മളെ ക്ലാനിൽ നമ്മളെ ഈ ഓർഗിലുള്ള മാരി ഈ പറയുന്ന ഇവൻ്റെ ഒപ്പം നിൽക്കണ ഈ ചെക്കനോട് ചോദിച്ചത്. ആ ചെക്കൻ എന്തോ സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ പോയി അങ്ങോട്ട് ചോദിക്കണത്, മനസ്സിലായോ? അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയണില്ല, അത് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വേറെ വൈക്ക് പോകും. എനിക്കതൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പം മാരി ആദ്യമേ വന്നാണ്ട് VC പറയുന്നുണ്ട് ഷെയ്ക്കും മാക്കും പറഞ്ഞിട്ടല്ല ഇത് ചോദിക്കണമെന്നുള്ളത് ആദ്യമേ പറയുന്നുണ്ട്. അപ്പോൾ ഇവന്മാരെല്ലാവരും കൂടി ഇരുന്നുകൊണ്ട്
പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ആരാ പറഞ്ഞിട്ടാന്നുള്ളതൊക്കെ അറിയാന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ പറയുന്നത്. 10-30 ആൾക്കാരുണ്ടായിരുന്നു, ടി വിയിലുള്ള 10-30 ആൾക്കാരുണ്ടായിരുന്നു. ഞാനും മാക്കും ഒറ്റയ്ക്ക് അവിടെ പോയത്, ഞങ്ങൾ രണ്ടാൾ മാത്രം അവിടെ പോയത് മാരിനെ ഇതാക്കാൻ വേണ്ടിയാണ്ട്. കാരണം ഞാൻ അത് വേറെ രീതിക്ക് പോകണ്ട, കാരണം ഇത് ഇനി ഇരുന്ന് ലൈവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല രീതിക്കും കൺവേർട്ട് ആക്കി നമ്മൾ ഓരോ ടി വിയെ ഓസി ഡ്രാഗ് ചെയ്ത് കണ്ട് നശിപ്പിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേരിൽ ഓല അടിച്ചിറക്കണ്ടെന്ന് കരുതിയിട്ട് അതിന് ഇനി മാരിനെ ഇതാക്കണ്ടെന്ന് കരുതിയിട്ട് മാരിനെ സംസാരിക്കാൻ വേണ്ടി പോയ ആൾക്കാരാണ് നമ്മൾ. അപ്പം ഇതേപോലെ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞയച്ചതല്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പം ഞാൻ കമ്മിറ്റ് ചെയ്തു, ഈ സാധനം ഞാൻ കമ്മിറ്റ് ചെയ്തു. എന്തറിയോ, ഞാൻ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. യുവന്മാരെന്നൊരു ഒരു സാധനം എൻ്റെ കയ്യിലൊന്നും ഇല്ലടാ എന്നുള്ളത് ഞാൻ ചോദിച്ചു എന്നുള്ളത് സത്യമാണ്. അല്ലാതെ ഇതേമാതിരിക്കത്തെ ഓസി ഡ്രാഗിങ് സാധനങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല എന്നുള്ളതും ഞാൻ പറഞ്ഞു. പക്ഷേ ഇവർ ലൈവിലിരുന്ന അല്ല ആ വീഡിയോയിൽ തന്നെ ഇവർ ഇരുന്നാണ്ട് മാരിനോട് അപ്പം തന്നെ ഇവർ കൺവേർട്ടിങ്ങാ, മനസ്സിലായോ? അഥവാ മാരിനെങ്ങനെ പറയാണ്, എടാ മാരി ഷെയ്ക്ക് ഇപ്പം തന്നെ സമ്മതിച്ചു, ഇനി നീ അത് അക്സെപ്റ്റ് ചെയ്തേക്ക്, എടാ നീ അങ്ങനെ പറയല്ല. മാരി എപ്പോഴും പറയുന്നുണ്ട് ഷെയ്ക്ക് പറഞ്ഞിട്ടില്ല, മാക്ക് പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാരി പറയുന്നുണ്ട്. എന്നിട്ടും ഇവരിങ്ങനെ എങ്ങനെ പറയന്നെ, ഇതിങ്ങനെ പറയാ, മനസ്സിലായി? എന്നെ വെറുതെ പിരാന്താക്കരുത്. ഞാൻ കുറേ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് കൂടിപ്പോവും. അത് ആരാണെന്നുണ്ടെങ്കിലും ഇന്നെ വെറുതെ ട്രിഗർ ആക്കരുത്. ഞാനൊരു പോയിന്റ് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിതൊക്കെ ഞാൻ പറയുമ്പോൾ അത് വേറെ രീതിക്കൊക്കെ നിങ്ങൾക്കും അത് കൺവേർട്ടൊക്കെ ആയി വരും. വെറുതെ എനിക്ക് അതിന് താല്പര്യമല്ല, മനസ്സിലായോ? ഞാനിത് ഇവിടെ വിട്ടതാണ്, എൻ്റെ പാട്ടിന് വിടാം. എനിക്ക് എൻ്റെതായ കുറച്ച് RP ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ട്. എനിക്ക് എൻ്റെ ഈ ഗ്യാങ് നല്ല രീതിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ആക്കി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളെ പണി നോക്കി പോവുക, നമ്മളെ കാര്യത്തിൽ ഇടപെടാൻ വരരുത്. ഷമീറിൻ്റെ ഇവരൊക്കെ ഞാൻ ഹോൾഡ് ഓൺ ചെയ്തോളാം, നമ്മൾ സൈഡിൽ നിന്ന് ഉണ്ടാവാതെ നോക്കിക്കോളാം, നിങ്ങളെ സൈഡിൽ നിന്ന് ഉണ്ടാവാതെ നിങ്ങൾ നോക്കുക. ഏറ്റവും ഈ കമ്മ്യൂണിറ്റിയിൽ മുന്നോട്ട് നല്ല രീതിക്ക് പോകാൻ ഇതാണ് നല്ലത്. നാളെ ഒരു ഇവൻറ്റിനോ അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു പരിപാടിക്കോ പോകുമ്പം മുഖത്തോടെ മുഖം നോക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആക്കണ ഒരു പരിപാടി ആക്കി എടുക്കരുത്. ഇത് ഒരു ഗെയിമിന് വേണ്ടിയിട്ട് ഇത് മയിലിതൊക്കെ നിർത്തി വല്ല പോകണം. എനിക്ക് ഈ സാധനം ചെയ്തിട്ടൊന്നും വേണ്ട, എനിക്ക് എൻ്റെ ചിലവ് കഴിഞ്ഞ് പോകണമെന്നുണ്ടായി, മനസ്സിലായോ? എൻ്റെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം നല്ലത്. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കണമെന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ പ്ലഷറിൻ്റെ പുറത്ത് ഈ ഗ്യാങ്ങിന് വേണ്ടി ഇത്രയും എഫേർട്ട് ഇട്ട് ഒരാളും തമ്മിൽ തല്ലരുത് എന്ന് കരുതിക്കാണ്ട് ഞാൻ ഈ സാധനത്തിന് വേണ്ടി എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് എല്ലാ വീസിലും ഞാൻ ചെന്ന് സംസാരിച്ചിരിക്കണം. ഇനി എന്നെ കൊണ്ട് ഇതിൽ കൂടുതൽ പറയിപ്പിക്കരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ എൻ്റെ മറ്റേ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഗ്രാഫുകളൊക്കെ എടുത്ത് എല്ലാവരും കളയും. പിന്നെ എനിക്ക് ഞാനും ആ എക്സ്ട്രീം ലെവലൊക്കെ പോകും. നമ്മൾ താന്നു കൊടുക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട്, മനസ്സിലായോ? എല്ലാവരോടും പറയാ അതെടുത്ത് കാണിക്കും ഇതെടുത്ത് കാണിക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല ആരും. അത് പറഞ്ഞുതരാം, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല, അതിനൊന്നും മാത്രമൊന്നും ഇല്ല, മനസ്സിലായോ? എന്നെ സംബന്ധിച്ച് ഇന്നെ അതെടുത്ത് കാണിച്ചാൽ ഞാൻ പേടിച്ച് പോകുമെന്ന് പേടിക്കാൻ മാത്രമുള്ള ഒരൊറ്റ സാധനം പോലും എനിക്കില്ല. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്ക് വ്യക്തത ഉള്ളിടത്തോളം കാലം എനിക്കത് പ്രശ്നമില്ല. ചിലപ്പോൾ ഇനി നാളെ ആരെങ്കിലുമൊക്കെ ഇത് തൂക്കിപ്പിടിച്ച് വന്ന് ചിലപ്പം പല തല കുത്തനൊക്കെ ഇട്ട് പറഞ്ഞേക്കാം, വാട്ടവർ. എന്നെ സംബന്ധിച്ച് അതൊന്നും എനിക്കൊരു മാറ്റർ അല്ല. അച്ചൂസ് ബ്രോ, താങ്ക് യു ഫോർ ദ 10 സൗദി റിയാൽ. വാട്ട് അബൌട്ട് TJ സിറ്റുവേഷൻ നമ്മൾ സിറ്റി സേഫ് സോൺ ആയതുകൊണ്ടല്ലേ, അത് ഓൾക്ക് ക്യാരി ചെയ്യാൻ താല്പര്യമില്ല തോന്നുന്നുണ്ട്, അത് നമ്മൾ ഒഴിവാക്കി. അത് വേറെ തമാശൂടുണ്ട്. MRZ കൊട്ടത്തേങ്ങ, താങ്ക് യു ഫോർ ദ 40 റുപ്പീസ് സൂപ്പർ ചാറ്റ്. അയ്യോ എക്സ്പോസ് ആക്കല്ലേ ബോസേ, അവർ ഇനി എന്ത് ചെയ്യും? അവരെന്തേലും ചെയ്യട്ടടാ, നമ്മൾ ഓരോ കാര്യം നോക്കണ്ട. ചാറ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. വെറുതെ ഇവിടെ ഒന്നാണ്ട് ഈ പറയണ പോലെ ശാന്താന്നും പറയണ്ട, വേണ്ടോ? അവിടെ ശാന്ത എടാ, ഇത് മോഡറേറ്റേഴ്സ് ഇത് പ്രോപ്പറായിട്ട് നോക്കണം, മനസ്സിലായോ? ഞാൻ പിന്നെ പറയണേ, നന്മക്കുണ്ണാവാൻ വേണ്ടി പറയല്ല, വിടടാ, ഒഴിവാക്ക്, നല്ലതല്ല, ഇതൊന്നും നല്ലതല്ല, മനസ്സിലായോ? ഇതിലൊക്കെ ആഫ്റ്റർ ഓൾ ഇതൊക്കെ അഫക്റ്റ് ചെയ്യാൻ പോണത് എല്ലാവർക്കും ഈ സ്ട്രീമിംഗ് വരുന്നൊക്കെ എല്ലാവരും ഈ പറയുന്ന ഫ്യൂച്ചറും എല്ലാവർക്കും ഒക്കെ റവന്യൂ ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെറുതെ എന്തിനാ, അതിൻ്റെ ആവശ്യമില്ല, വീട്. യാത്ര റീൽസ്, താങ്ക് യു ഫോർ ദ 40 റുപ്പീസ് സൂപ്പർ ചാറ്റ്. മാരി ചെയ്തത് പ്യുവർലി പ്രോപ്പർ മിസ്റ്റേക്ക് തന്നെയാണ്, 100% മിസ്റ്റേക്കാ. ഒരിക്കലും അങ്ങനെ പോയാണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ഓസി ഇതേപോലെ പെണ്ണ് വിഷയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചങ്ങാണ്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ അവനെ മോട്ടിവേറ്റ് ചെയ്തിട്ടുമില്ല. പക്ഷെ ഓന്റെ സൈഡിൽ നിന്ന് തിങ്ക് ചെയ്യുമ്പോൾ ഓൻ പറയുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മളെ ഗ്യാങ്ങിനെ ഇതേമാതിരി ടാർഗറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവന്മാർക്കെതിരെ എടുത്ത് പൊട്ടിക്കാൻ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ആണായിരുന്നു എന്നുള്ളത് ഓൻ നമ്മളെ ഗ്യാങ്ങിന്റെ അകത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പം ഓന്റെ ഭാഗത്ത് ഈ പറയുന്ന പോലെ നമ്മളെ ഗ്യാങ്ങിന് വേണ്ടി ചെയ്തു എന്നുള്ള അതും അപ്പോഴും നമ്മളെ ഗ്യാങ്ങിന് കമ്മിറ്റ്മെന്റ് ഇട്ടുകൊണ്ടാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്കത് പേഴ്സണലി ഒരു എനിക്കാണെങ്കിലും മാക്കിനാണെങ്കിലും ഇപ്പം ഇനി മാനേജ്മെന്റ് സൈഡിലുള്ള ഇത് സംസാരിച്ചതാ, അശ്വിൻ ബ്രോനോട് സംസാരിച്ചതാ, MRG ഗോകുവിനോട് സംസാരിച്ചതാ, ഇവരോടൊക്കെ കാര്യം പറഞ്ഞതാ. അപ്പോഴും ഇവർ ഇവനെതിരെ ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ എല്ലാവരും സംസാരിച്ചതാ. അങ്ങനെ ഒരു ഗ്യാങ്ങിനോട് കമ്മിറ്റ്മെന്റ് ഉള്ള
ഒരാളെ പിടിച്ചാണ്ട് അങ്ങനെ എടുത്ത് പുറത്ത് കാക്കാൻ പറ്റൂല. ഓൾറെഡി ഒരു റിമോവൽ ഇട്ടതാണ് എന്നുള്ളത് അപ്പൊ പറഞ്ഞപ്പോൾ ഓല് പറഞ്ഞു ഒരു സസ്പെൻഷൻ കൊടുക്കുക എന്നുള്ളത് ഓല് പറഞ്ഞതിന്റെ പേരിലാണ് നമ്മൾ ഓന് ലാസ്റ്റ് സസ്പെൻഷൻ കൊടുത്തു. നമുക്ക് പണിഷ് ചെയ്യാൻ കഴിയണ പോലെ നമ്മൾ പണിഷ് ചെയ്തിക്കണേ. ഇത് വിടടാ, നിങ്ങൾ ഇനി ഇത് മതി, ഇത് കുത്തിപ്പൊന്തിച്ച് വരല്ലേ, നമുക്ക് ഇതിന് താല്പര്യമില്ല, മനസ്സിലായോ? ഇത് നമ്മൾ വിട്ടു. ഇത് ദയവ് ചെയ്ത് ഇത് ഇനി ഒരു ലൂപ്പാക്കിങ്ങാണ്ട് ആരും ദയവ് ചെയ്ത് ഇതിനെപ്പറ്റി സംസാരിക്കല്ലേ, വിട്. നമ്മളത് വിട്ടു. ഓക്കെ, ആരതൊക്കെ സൂപ്പർ ചാറ്റ് ഉണ്ട് ഒന്നും നോക്കിയിട്ടില്ല, മിസ് ചെയ്തുകൊണ്ട് ഇനി അത് ഞാൻ സംസാരിച്ചാൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും വേറെ രീതിക്ക് പോകും, മനസ്സിലായി?